ഞാൻ ഷംന ഷാനവാസ്, നക്ഷത്ര 916 ഗോൾഡൻ ഡയമണ്ട്സ്. കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു 20 പവന്റെ സെറ്റൊക്കെ നമ്മൾ പരിചയപ്പെട്ടല്ലേ. അപ്പൊ കുറെ പേര് ചോദിച്ചായിരുന്നു അതിന് താഴെ വെയിറ്റ് വരുന്ന വെഡിങ് സെറ്റ് ഒന്നുകൂടി പരിചയപ്പെടുത്താൻ. അപ്പൊ ഇന്ന് ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത് 7 പവന്റെ വിവാഹ സെറ്റ് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ്. 7 പവന്റെ നമ്മളെ പാവസരങ്ങൾ ഉൾപ്പെടുത്തിയുള്ള ഒരു അടിപൊളി സെറ്റാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ അതിനു മുമ്പ് ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഒത്തിരി ലൈറ്റ് വെയിറ്റ് വീഡിയോസ് ഒക്കെ ഇടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കാണാം, പർച്ചേസ് ചെയ്യാൻ വരാം, മറ്റുള്ളവരോട് ഷെയർ ചെയ്യും കൂടി ചെയ്യാം. അപ്പോൾ നമുക്ക് പരിചയപ്പെട്ടാലോ. നല്ല ക്യൂട്ട് ആയിട്ടുള്ള 7 പവന്റെ വിവാഹ സെറ്റാണ്. ഇപ്പൊ ഞാൻ 3 എണ്ണം സെറ്റ് ചെയ്ത് നെക്ലസ് സെറ്റ് ചെയ്താണ് വെച്ചേക്കുന്നത്. ഇനിയിപ്പോ നിങ്ങൾക്ക് 4 എണ്ണം ആക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് 4 എണ്ണം ആക്കാം. ഞാൻ എപ്പോഴും പറയൂലേ, നമ്മൾ നമ്മുടെ ഇഷ്ടത്തിനാണ് സെറ്റ് ചെയ്ത് വെക്കണം. നിങ്ങൾ തീർച്ചയായിട്ടും വരുമ്പോഴത്തേക്കും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചും നിങ്ങളുടെ ബഡ്ജറ്റിനുള്ളിൽ നമ്മൾ എന്തായാലും സെറ്റ് ചെയ്ത് തരുന്നതാണ്. പിന്നെ ഇന്നത്തെ റേറ്റ് അനുസരിച്ച് ഏകദേശം വരുന്ന ഒരു 2,70,900 രൂപയാണ് ഈ ഒരു സെറ്റിന് വരുന്നത്. അപ്പൊ നമുക്ക് പരിചയപ്പെട്ടാലോ. നല്ല ക്യൂട്ട് ആയിട്ടുള്ള 7 പവന്റെ വിവാഹ സെറ്റ് ഞാൻ ഓരോ ഡിസൈൻസ് ആയിട്ട് നിങ്ങളെ പറഞ്ഞ് പരിചയപ്പെടുത്താം. ഫസ്റ്റ് നമുക്ക് 7 പവന്റെ സെറ്റില് ആദ്യത്തെ നെക്ലസ് പരിചയപ്പെടാം. ആദ്യത്തെ നെക്ലസ് നോക്കിയേ, കാശി നെക്ലസ് ആണ് സെറ്റ് ചെയ്തേക്കുന്നത്. 4.5 ഗ്രാമാണ് അതിന്റെ വെയിറ്റ് വരുന്നത്. കാശി വിത്ത് മുല്ലമൊട്ടാണ് വരുന്നത്, വിത്ത് സ്റ്റോൺ ആയിട്ട്. ഫസ്റ്റ് എന്ന് വെച്ചാൽ നമുക്ക് ചോക്കർ ഇടണവർക്ക് വേണമെങ്കിൽ ഇടാം. 2 പവൻ തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ചോക്കറുകൾ ഉണ്ട്. ഇനിയിപ്പോ അതുമല്ല സ്റ്റോൺ ടൈപ്പ് ഇതേപോലത്തെ സിമ്പിൾ ആയിട്ടാണ് ആഗ്രഹിക്കുന്നവർക്കെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഇതേപോലെ കാശി നെക്ലസ് സെറ്റ് ചെയ്യാം. വിത്ത് സ്റ്റോൺ ആയിട്ട് 4.5 ഗ്രാമിൽ വരുന്നതാണ്. വിത്ത് പൊള്ളപ്പണിയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, നമുക്ക് ബോംബെ ചെയിനിലും അവൈലബിൾ ആയിരിക്കും. ഈ മോഡലൊക്കെ ആകുമ്പോൾ കുറച്ചും കൂടെ നല്ല കാണാൻ നല്ല പൊലിമയിൽ വരുന്ന നല്ലൊരു ക്യൂട്ട് ആയിട്ടുള്ള ഡിസൈൻ ആണ്. നമുക്ക് 7 പവനിൽ 3 നെക്ലസ് അടങ്ങിയ ഒരു സൂപ്പർ സെറ്റാണ് ഞാൻ സെറ്റ് ചെയ്തേക്കുന്നത്. ഇനിയിപ്പോ നിങ്ങൾക്ക് അങ്ങനെയല്ല, കുറച്ച് 4 മാലയും കൂടെ 4 നെക്ലസ് സെറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയാണെങ്കിൽ സെറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇപ്പൊ നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഒരു ഡിസൈൻ ആണ് സെറ്റ് ചെയ്തേക്കുന്നത്. ഇനി നമുക്ക് നോക്കാം. അപ്പൊ നമ്മൾ ആദ്യത്തെ നെക്ലസ് കണ്ടല്ലേ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ല. ഇനി അതിന്റെ വേറെ വേറെ പാറ്റേൺസ് ഇതിന്റെ മാത്രമായിട്ടുള്ള വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ വീഡിയോസ് നമ്മുടെ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ യൂട്യൂബിൽ ഇതിന്റെ മാത്രം നെക്ലസിന്റെ മാത്രമായിട്ടുള്ള വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യത്തെ 4.5 ഗ്രാമിന്റെ കണ്ടു. ഇനി നമുക്ക് നേരെ അടുത്ത നെക്ലസിലേക്ക് പോകാം. അടുത്ത നെക്ലസ് നോക്കിക്കേ, കളിയൂഞ്ഞാൽ ഡിസൈനിൽ വരുന്ന 3/4 പവന്റെ ഒരു നെക്ലസ് ആണ് സെറ്റ് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ കളിയൂഞ്ഞാൽ വരുന്നത് എങ്ങനെയാ, കുറച്ച് ആ ഒരു പോർഷൻ നമുക്ക് ഇടുമ്പോഴത്തേക്കും ആ ഒരു പോർഷൻ ഫില്ലായിട്ട് ഇരിക്കാൻ വേണ്ടിയാണ് കളിയൂഞ്ഞാൽ ഡിസൈനിൽ നമ്മൾ ഇടുന്നത്. കളിയൂഞ്ഞാലിൽ തന്നെ പല വെറൈറ്റി ആയിട്ടുള്ള കളക്ഷനുകൾ ഉണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു ഡിസൈൻ ഒക്കെ വരുമ്പോൾ കുറച്ചും കൂടെ നല്ലൊരു പൊലിമയിൽ നല്ലൊരു ഭംഗിയിൽ വെറും 3/4 പവനിലാണ് ഈ ഒരു ഡിസൈൻ വന്നേക്കുന്നത്. കണ്ടോ, ആ ഒരു സൈഡിലേക്ക് ആ വർക്കൊക്കെ നോക്കിക്കേ, നല്ലൊരു 3/4 പവനിൽ നല്ല സൂപ്പർ ആയിട്ട് വന്നേക്കുന്ന ഒരു ഡിസൈൻ ആണ്. അങ്ങനെ നമ്മൾ രണ്ടാമത്തതും നമ്മൾ കണ്ടു, നെക്ലസും കണ്ടു. ഇനി നമുക്ക് ലാസ്റ്റ് നെക്ലസ് പരിചയപ്പെടാം. ലാസ്റ്റ് നമുക്ക് വേണമെങ്കിൽ കളിയൂഞ്ഞാൽ വെക്കാം, ഇല്ലെങ്കിൽ ഞാനൊരു മുല്ലമൊട്ട് നെക്ലസിൽ തന്നെ വിത്ത് ഗ്രിപ്പ് ഡിസൈനിൽ വരുന്ന ഒരു 1.25 പവന്റെ പെൻഡൻ ടൈപ്പ് നെക്ലസ് ആണ് സെറ്റ് ചെയ്തേക്കുന്നത് ഏറ്റവും ലാസ്റ്റ് ആയിട്ട് കേട്ടോ. ഇപ്പൊ 1.25 പവന്റെ ഞാൻ ഒരെണ്ണം സെറ്റ് ചെയ്ത് ആ സ്ഥാനത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ 2 നെക്ലസ് ആയിട്ടാണെങ്കിലും സെറ്റ് ചെയ്ത് വെക്കാം. സിമ്പിൾ ആയിട്ടുള്ളതാണെങ്കിൽ എങ്ങനെയാണെങ്കിലും നമുക്ക് കുഴപ്പമില്ല. ഇത് 1.25 പവനിൽ നല്ലൊരു ഡിസൈനിൽ നല്ലൊരു വെറൈറ്റി ആയിട്ട് വന്നേക്കുന്ന ഡിസൈനിലാണ്. കുറച്ച് പരന്നിട്ടുള്ള മുല്ലമൊട്ട് നെക്ലസ് പോലത്തെ ആ ഒരു പാറ്റേണിൽ വന്നേക്കുന്ന ഒരു ക്യൂട്ട് ആയിട്ടുള്ള ഡിസൈൻ ആണിത്. കണ്ടോ, നല്ലൊരു ഭംഗി തന്നെ അല്ലേ. ആ ഒരു പെൻഡന്റ് വന്നപ്പോഴത്തേക്കും ആ ഒരു വെയിറ്റിൽ വന്നപ്പോൾ നമുക്ക് ഏറ്റവും ലാസ്റ്റ് ആയിട്ട് ഇടാം. ഈ ഒരു 3 പാറ്റേണും ഈ ഒരു 3 നെക്ലസും നമുക്ക് സിമ്പിൾ ആയിട്ട് ഇപ്പൊ നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ടാണെങ്കിലും നമുക്ക് തീർച്ചയായിട്ടും ഇതേപോലെ ഡിസൈൻ ഒറ്റ മാലകൾക്കൊക്കെ ആയിട്ട്, അതായത് സാരിക്കോ ചുരിദാറിനൊക്കെ ആണെങ്കിലും ഇതേപോലെ സിമ്പിൾ ആയിട്ടുള്ള ഡിസൈൻ നമുക്ക് ഓരോരോ ഫംഗ്ഷൻസിനും മാറി മാറി ഇടാം. ഇതിപ്പോ നമ്മൾ ഈ ഒരു ഡിസൈൻ എടുത്താൽ നമുക്ക് മാറേണ്ട ആവശ്യമൊന്നുമില്ല. സിമ്പിൾ ആയിട്ട് നമുക്ക് ഇടാൻ പറ്റിയ നല്ല ക്യൂട്ട് ആയിട്ടുള്ള 3 നെക്ലസ് ആണ് ഞാൻ സെറ്റ് ചെയ്തേക്കുന്നത്. ഇനി നമുക്ക് നേരെ കമ്മലിലേക്ക് പോവാം അല്ലെ. കമ്മല് സെറ്റ് ചെയ്തേക്കുന്ന വെച്ചാല് 1/2 പവനിൽ വരുന്ന കളിയൂഞ്ഞാൽ ഡിസൈനിന്റെ കമ്മലാണ് സെറ്റ് ചെയ്തേക്കുന്നത്. കാരണം എന്താന്ന് വെച്ചാൽ നമ്മൾ സെക്കൻഡ് മാല കളിയൂഞ്ഞാലിലാണ് നമ്മൾ സെലക്ട് ചെയ്തേക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ കളിയൂഞ്ഞാലിന്റെ നമ്മൾ സ്റ്റഡാണ്, വിത്ത് ഹാങ്ങിങ് ഉള്ള സ്റ്റഡാണ് ഇവിടെ സെലക്ട് ചെയ്തേക്കുന്നത്. ഇനിയിപ്പോ നിങ്ങൾക്ക് വേണമെങ്കിൽ ജിമിക്കാണ് ഇഷ്ടമാണെങ്കിൽ ജിമിക്ക്, ഹാങ്ങിങ് ഉള്ള വേറെ ഡിസൈൻ ആണെങ്കിൽ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നേ ഉള്ളൂ. നല്ല ക്യൂട്ട് ആയിട്ടുള്ള നമുക്ക് ഒരു ജോഡി സ്റ്റഡ് വിത്ത് കളിയൂഞ്ഞാൽ ഡിസൈനിൽ വരുന്നതാണ് സെലക്ട് ചെയ്തേക്കുന്നത്. ഇനി ഞാൻ സെലക്ട് ചെയ്തേക്കെന്ന് വെച്ചാൽ 3/4 പവന്റെ നമ്മുടെ ഹൈവേ ചെയിന്റെ പാദസരം കേട്ടോ.
പാദസരം കൂടെ ഉൾപ്പെടുത്തിയുള്ള ഒരു സെറ്റാണ് ചെയ്തത്. കാരണം പാദസരങ്ങൾ എന്ന് വെച്ചാൽ നമുക്ക് 1/2 പവൻ മുതലുള്ള പാദസരങ്ങൾ നമ്മുടെ നക്ഷത്രയിൽ അവൈലബിൾ ആണ്. അപ്പൊ ഒരു 3/4 പവന്റേക്ക് ആകുമ്പോൾ കുറച്ചും കൂടെ കാണാൻ ഒരു രീതിക്ക് കടന്നുള്ളൂ. ഹൈവേ ചെയിൻ ആയതുകൊണ്ടാണ്. നമുക്ക് പിന്നെ ബോംബെ ചെയിൻ, ഗാംഗുലി ചെയിൻ, അങ്ങനെ പല ചെയിനുകളുണ്ട്. നമ്മുടെ ഹൈവേ ചെയിൻ ആകുമ്പോൾ കുറച്ചും കൂടെ ഒരു ഗ്ലേസിംഗ് ആയിട്ട് കിടക്കും, ഞാൻ എപ്പോഴും പറയാറില്ലേ. അപ്പൊ ആ ഒരു ഡിസൈനിലാണ് ഇവിടെ സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പൊ നമ്മൾ നെക്ലസ് കണ്ടു, സ്റ്റഡ് കണ്ടു, പാദസരം കണ്ടു. ഇനി നമുക്ക് നേരെ വളയിലേക്ക് പോവാം അല്ലെ. വള ഞാൻ 5 വള സെറ്റ് ചെയ്തിട്ടുണ്ട്. 1/2 പവന്റെ വീതം 5 വള സെറ്റ് ചെയ്തിട്ടുണ്ട്. 5 വള എന്ന് വെച്ചാൽ 5ഉം 5 ഡിസൈൻ ആട്ടോ സെറ്റ് ചെയ്തേക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതിന്റെ ഉള്ളിൽ ഫൈബർ ബാങ്കിൾ ഇട്ട് യൂസ് ചെയ്യാവുന്നതാണ്. നമുക്ക് നല്ലൊരു വീതിക്ക് കിടന്നോളൂ. 3 ഗ്രാം തൊട്ടുള്ള ബാംഗിൾസ് നമ്മുടെ നക്ഷത്രയിൽ അവൈലബിൾ ആണ്. 4 ഗ്രാം ആകുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചും കൂടെ കാണാനുണ്ടാവും, കുറച്ചും കൂടെ ലാസ്റ്റിംഗ് ഉണ്ടാവും ഫൈബർ ബാങ്കിൾ ഇട്ട് യൂസ് ചെയ്താൽ. അങ്ങനെ ഞാൻ 4ഉം 5ഉം 4അല്ല 5ഉം 5 ഡിസൈൻ ആണ് സെറ്റ് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ കാണാം 5 ഡിസൈനിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഇപ്പൊ 1/2 പവന്റെ വളയുടെ മാത്രമായിട്ടുള്ള ഞാൻ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ നോക്കിയിട്ടാണെങ്കിൽ സെലക്ട് ചെയ്യാം. അല്ലെങ്കിൽ ഈ ഡിസൈൻ അല്ലാതെ ഒത്തിരി ഡിസൈൻസ് വേറെ ഉണ്ടാകും. അപ്പൊ നമ്മൾ നെക്ലസ് കണ്ടു, പാദസരം കണ്ടു, വള കണ്ടു, കമ്മല് കണ്ടു. ഇനി നമുക്കുള്ളത് മോതിരമാണ്. ഞാൻ മോതിരം സെറ്റ് ചെയ്തേക്കുന്ന വെച്ചാൽ 1 2 3 4 5 റിങ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് 2 വെച്ചേക്കണത് മോൾഡിംഗ് ടൈപ്പിൽ വരുന്നതാണ്. കണ്ടോ, നല്ലൊരു പൊലിമ, നമുക്ക് വേണമെങ്കിൽ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയ 2 റിങ്സ് ആണ് സെറ്റ് ചെയ്തേക്കുന്നത്. അതിനുശേഷം സെറ്റ് ചെയ്തേക്കുന്നത് സ്റ്റോൺസ് ഒക്കെ വരുന്ന കുറച്ച് പൊലിമയുള്ള ഒരു 1.25 ഗ്രാം വരുന്ന നല്ല കിഡിലനായിട്ടുള്ള ഒരു ഡിസൈൻ ആണ്. നമുക്ക് ഗ്രീൻ, വൈറ്റ്, റെഡ് സ്റ്റോൺസ് വരുന്ന നല്ല അടിപൊളി ഡിസൈൻ ആണ്. മൂന്നാമത് സെറ്റ് ചെയ്തേക്കെന്ന് വെച്ചാൽ നമ്മുടെ സിംഗപ്പൂർ കളക്ഷൻസിൽ 1.25 ഗ്രാമിലൊക്കെ വരുന്ന ഒരു 1.25 ഗ്രാമിലൊക്കെ വരുന്ന ഒരു ഹാഫ് പോർഷൻ മാത്രം സ്റ്റോൺസ് ഒക്കെയുള്ള നല്ല കിഡിലനായിട്ടുള്ള ഒരു റിംഗ് ആണ് ഇവിടെ സെറ്റ് ചെയ്തേക്കുന്നത്. 4മത്തത്. ഇനി 5മത്തെ സെറ്റ് ചെയ്തേക്കണെന്ന് വെച്ചാൽ പ്ലെയിൻ ആയിട്ട് വട്ടത്തിൽ വരുന്ന, എന്താന്ന് വെച്ചാൽ 1 ഗ്രാം ഒക്കെ ഉള്ളൂ ഇത്. 1 ഗ്രാമിന്റെ നമ്മുടെ മോൾഡിംഗ് റിങ്സ് അല്ല, നമ്മുടെ പ്ലെയിൻ റിങ്സ്, നമ്മുടെ ബാൻഡ് റിങ്സ് പോലത്തെ റിങ്സ് ആണ്. അപ്പൊ ആ ഒരു റിങ്സ് ഒക്കെ ആകുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഡെയിലി യൂസ് ചെയ്യാം. അപ്പൊ അതിനൊക്കെ പറ്റിയ നല്ല കിടിലനായിട്ടുള്ള റിങ്സുകൾ 5 ഇവിടെ ഞാൻ സെലക്ട് ചെയ്തേക്കുന്നത്. അപ്പോ ഇതാണ് നമ്മുടെ 7 പവനിൽ നിൽക്കുന്ന നല്ല സൂപ്പർ ഡിസൈൻസിൽ വരുന്ന നമ്മുടെ സെറ്റ്. ഇനിയിപ്പോ ഇതെല്ലാം നിങ്ങൾക്ക് വേണമെങ്കിൽ നമുക്ക് ഞാൻ എപ്പോഴും പറയണ പോലെ തന്നെ ഈ ഒരു ഡിസൈൻസ് ഞാൻ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ സെലക്ട് ചെയ്ത് വെച്ചെന്നേ ഉള്ളൂ. ഇനി ഇത് മാത്രമല്ല, ഇത് കൂടാതെ കുറേ കളക്ഷൻസ് നമ്മുടെ നക്ഷത്രയുടെ 7 ബ്രാഞ്ചിലുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഇട്ടപ്പോൾ എല്ലാവരും ചോദിച്ചായിരുന്നു എവിടെ നമ്മുടെ കളക്ഷൻസ് എന്ന്. നമ്മുടെ 7 ബ്രാഞ്ചിൽ ചെന്നാലും നമുക്ക് ഇതേപോലത്തെ കളക്ഷൻസ് ഒക്കെ അവൈലബിൾ ആയിരിക്കും. അപ്പൊ തീർച്ചയായിട്ടും എല്ലാവരും വരിക. നല്ല 7 പവന്റെ നല്ല അടിപൊളിയായിട്ടുള്ള സെറ്റാണ് ഇന്ന് നമ്മൾ പരിചയപ്പെട്ടത്. അപ്പോ ഇന്ന് നമ്മൾ പരിചയപ്പെട്ട ഈ 7 പവന്റെ വിവാഹ സെറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ ബെൽ ഐക്കൺ കൂടി അമർത്തണം. എന്നാലേ ഇതേപോലുള്ള വെറൈറ്റി ആൻഡ് ക്യൂട്ട് ആയിട്ടുള്ള വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഒക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? പിന്നെ ഓൺലൈൻ പർച്ചേസും ഉണ്ട്. നമുക്ക് ഓൺലൈൻ പർച്ചേസിന്റെ കാര്യം അറിയാലോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ ഉണ്ടെങ്കിൽ ഇപ്പൊ ഈ ഒരു സെറ്റ് ആയിട്ടാണെങ്കിലും കുഴപ്പമില്ല. ഇനിയിപ്പോ സെറ്റ് അല്ല, ഇതിനകത്ത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു നെക്ലസ്, വളയോ, റിങ്ങോ ഏതോ ആയിക്കോട്ടെ, ഏതാണ് ഇഷ്ടം എന്ന് വെച്ചാൽ അങ്ങനെ ഒരെണ്ണമായിട്ടാണെങ്കിലും നമുക്ക് പർച്ചേസ് ചെയ്യാവുന്നേ ഉള്ളൂ. നിങ്ങൾ കസ്റ്റമർ കെയർ നമ്പറിലേക്ക് വിളിച്ചാൽ മതി. ഇനിയിപ്പോൾ അഡ്വാൻസ് ബുക്കിങ്ങിനുള്ള സൗകര്യം നക്ഷത്രയുടെ 7 ബ്രാഞ്ചിലും പ്രത്യേകം കൗണ്ടർ ഒരുക്കിയിട്ട് നിങ്ങൾക്ക് ഇനി കല്യാണം ഉടനെ ഇല്ല, കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണെങ്കിലും നമുക്ക് അഡ്വാൻസ് ബുക്ക് ചെയ്യാവുന്നതാണ്. അതിലും നമ്മുടെ നമ്പറിലേക്ക് വിളിച്ചാൽ മതി. ബാക്കി ഡീറ്റെയിൽസ് എല്ലാവരും പറഞ്ഞു തരും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഷോപ്പ് എവിടെയെന്നൊക്കെ എല്ലാവർക്കും അറിയാലോ അല്ലേ. നമുക്ക് എറണാകുളം, ആലപ്പുഴ ജില്ലകളിലായിട്ട് 7 ബ്രാഞ്ചുകളാണ് വരുന്നത്. എടപ്പള്ളി ലുലു മാളിന്റെ അടുത്ത് തന്നെ, ലുലു മാളിന്റെ ടോൾ ജംഗ്ഷനിലാണ്. എടപ്പള്ളി ടോൾ ജംഗ്ഷന്റെ ലെഫ്റ്റും റൈറ്റും ഉണ്ട്. പ്രോപ്പർ പൂക്കാട്ടുപടി ജംഗ്ഷനിലുണ്ട്. വൈറ്റിലയിൽ പുതിയ ഫ്ലൈ ഓവറിന് താഴെയുണ്ട്. നെട്ടൂര് INDC ജംഗ്ഷനിലും ഉണ്ട്. ഹൈവേ പള്ളിക്ക് സമീപമുണ്ട്. പിന്നെ നമുക്ക് വരുന്നത് ആലപ്പുഴ ജില്ലയിൽ ചേർത്തല താലൂക്കില് പെരുമ്പളം കവല എന്ന് പറയുന്ന സ്ഥലത്ത്. ഈ 7 ബ്രാഞ്ച് അല്ലാതെ മറ്റൊരു നക്ഷത്രയുമായിട്ട് നമുക്ക് യാതൊരുവിധ ബന്ധവും ഇല്ല. ആലുവ, പെരുമ്പാവൂർ, തൃശ്ശൂരൊക്കെ നക്ഷത്ര എന്നൊക്കെ പേരിലുണ്ട്. അതൊന്നും നമ്മുടെ എല്ലാം നമ്മളുമായിട്ട് യാതൊരുവിധ ബന്ധവും ഇല്ല. അപ്പോൾ ഇന്നത്തെ കിടലായിട്ടുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത പുതിയൊരു വെറൈറ്റി ആൻഡ് ക്യൂട്ട് വീഡിയോയുമായി ഞാൻ വീണ്ടും എത്തും വരെ സൈനിങ് ഓഫ്. ഷംന ഷാനവാസ്, നക്ഷത്ര 916 ഗോൾഡൻ ഡയമണ്ട്സ്, സാധാരണക്കാരുടെ വലിയ ജ്വല്ലറി.